ഗുഡ് മോർണിംഗ് അല്ല ഫ്യൂ നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ചാപ്പൽ മോട്ടിവേഷണൽ മോൺസ്റ്റർ ലൈഫ് ലേണിംഗ് ലെസൺസ്. ഇയർ ഓഫ് ഫോക്കസ് 2025 നമ്മൾ 18ാമത്തെ ദിവസമാണ് ഇന്ന്. ഫോക്കസ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, ഒരു ഇൻഡിവിജ്വലിന്റെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ, ദിനേനയുള്ള കാര്യങ്ങളിൽ, ഓരോ ദിവസവുമുള്ള കാര്യങ്ങളിൽ ചില പ്രത്യേക വിഭാഗത്തിൽ, പ്രത്യേക ഏരിയയിൽ വളരെ ശ്രദ്ധാപൂർവം, ഒന്നും വിട്ടുവീഴ്ച വരുത്താതെ, ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഫോക്കസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒരു ദിവസം മാറ്റിവെക്കാൻ പറ്റാത്തതുണ്ട്, മാറ്റിവെക്കാൻ പറ്റുന്നതുണ്ട്. ചില കാര്യങ്ങളൊക്കെ തീരെ ഓരോ ദിവസവും മാറ്റിവെക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ഇത്ര ഗൗരവമേറിയ ഒരു കാര്യമാണ് ഫോക്കസ്. ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി, അയ്യോ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഫോക്കസ് എന്ന് പറയുന്ന ആ ഗൗരവപരമായ തുറിച്ചുനോട്ടം, അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം അതിനകത്ത് തന്നെ നിയന്ത്രിച്ച്, മനസ്സിനെയും പ്രവൃത്തിയെയും ചിന്തകളെയും വാക്കുകളെയും നിയന്ത്രിച്ച് അതിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ശകലം, അല്ലെങ്കിൽ ഇച്ചിരി കൂടി, അല്ലെങ്കിൽ അല്പം ഗൗരവമായി തെറ്റിപ്പോയി എന്നർത്ഥം. അതാണ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഞാനൊന്ന് വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് സംഭവിക്കാം. പല കാരണങ്ങൾ കൊണ്ട് ആണത് ഈ ഫോക്കസ് ഔട്ട് ആവുന്നത്. ഒന്ന് ഫിസിക്കൽ ഇനബിലിറ്റി അല്ലെങ്കിൽ വീക്ക്നെസ്. ഫിസിക്കൽ ഇനബിലിറ്റി ആൻഡ് വീക്ക്നെസ് കൊണ്ട് സംഭവിക്കാം. എയിൽമെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, രോഗങ്ങൾ. അപ്പോൾ ഏത് രൂപത്തിൽ ഫിസിക്കൽ ഇനബിലിറ്റി അല്ലെങ്കിൽ എയിൽമെന്റുകൾ, അല്ലെങ്കിൽ ഇത് ഫോക്കസിൽ നമുക്ക് പുറത്തു പോകാൻ സഹായിക്കുന്നത്, പ്രായം, ബയോളജിക്കലി ശരീരത്തിന് പ്രായവർദ്ധനവുണ്ടായി ഏജിങ് സംഭവിക്കുന്നത്, ബ്രെയിനുമായി കണക്റ്റ് ആയിട്ടുള്ള, ചിന്തകളുമായി കണക്റ്റ് ആയിട്ടുള്ള, തോട്ട് സോണുമായി കണക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പല ആക്ടിവിറ്റികളുടെയും ഞരമ്പുകൾക്ക് മെല്ലെ മെല്ലെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് വീക്ക്നെസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അതൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളിടത്തും, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നിടത്തും, അല്ലെങ്കിൽ അയ്യോ ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നിടത്തുമൊക്കെ അത് എത്തിച്ചേക്കും. അപ്പോൾ ഫിസിക്കൽ എയിൽമെൻറ്റ് അല്ലെങ്കിൽ ഡിസീസസ് അല്ലെങ്കിൽ ഇനബിലിറ്റി ബയോളജിക്കലി സംഭവിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പ്രത്യേകിച്ച് പ്രായത്തിൻ്റെ അത്യാവശ്യം ഒന്നുമില്ല. ഫിസിക്കൽ ഇനബിലിറ്റിയോ എലിമെൻറ്റോ ഉണ്ടാവാൻ പ്രായത്തെക്കാളുപരി അത് ബയോളജിക്കലി ആയിട്ടുള്ള ഏതെങ്കിലും കോശങ്ങൾക്കുണ്ടാകുന്ന എയിൽമെൻ്റ് ആണെങ്കിലും അങ്ങനെ സംഭവിക്കാം. മറ്റൊന്ന്, ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി. ഇഫ് എ പേഴ്സൺ ഈസ് mentally irresponsible or personally irresponsible to the things, കാര്യങ്ങളോട് അത്ര ഉത്തരവാദിത്വ ബോധമില്ലാത്ത, നിരുത്തരവാദിത്വപരമായ സമീപനം കാണിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ അദ്ദേഹം അത്ര ഫോക്കസ് ചെയ്യണം എന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഗണങ്ങളിലുള്ള ചില ആളുകളെ നമ്മൾ ഓർക്കുന്നതിന് പകരം ഈ പറയുന്ന ആളുകളിൽ നമ്മൾ പെടുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ല ചിന്ത. ആളുകൾക്ക് എന്തുമാവാം, ആളുകൾ എങ്ങനെയുമാവാം, ആളുകളെ എങ്ങനെയെങ്കിലും ആക്കാൻ നമുക്ക്
ഒരിക്കലും കഴിയുകയുമില്ല. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ആയാൽ പോരാ, എനിക്കിങ്ങനെ ആവണമെന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് മാറ്റം കൊണ്ടുവരികയും ചെയ്യാൻ അവനവന് സാധിക്കും. അതുകൊണ്ട് മറ്റാരെങ്കിലുമൊക്കെ കുറിച്ച് ചിന്തിച്ചാലോചിച്ച് സമയം കളഞ്ഞ് ഒന്നിനും സമയമില്ലാത്തവനെ പോലെ ദുഃഖിച്ച് ആകെ ഒരു റിസോഴ്സ്ലെസ് ആയി, അതല്ലെങ്കിൽ ഫോക്കസ് ഔട്ടായി നിൽക്കുന്ന എത്രയോ ആളുകൾ സൊസൈറ്റിയിൽ നമ്മൾ കാണാറുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു സമയത്തിൻ്റെ അളവ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഫോക്കസ്ഡായ തോട്ടിനകത്ത് വളരെ കുറവേ ഉള്ളൂ. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ തൻ്റെ ഫോക്കസ് മുഴുവൻ മറ്റുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കുവാനും കാണുവാനും ആലോചിക്കുവാനും അതിന് ഇൻ്റർപ്രിട്ടേഷൻ നൽകുവാനും അതിന് വ്യാഖ്യാനങ്ങൾ നൽകാനും അത് മറ്റുള്ളവരോട് തൻ്റെ വ്യാഖ്യാനങ്ങൾ അത് പർവ്വതീകരിച്ച് പറഞ്ഞു കൊടുക്കുവാനും അത് അങ്ങനെ 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 അവനവൻ്റെ കാര്യത്തിൽ നിന്ന് പുറത്തു കടക്കേണ്ടി വരുന്നൊരവസ്ഥ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സോഷ്യൽ സിനാരിയോയിൽ, ഇൻഡിവിജ്വൽ സിനാരിയോയിൽ നമുക്ക് നന്നായി വളരെയധികം കാണാവുന്നതാണ്. സോ ഇതൊരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ചിന്തയുടെ അല്ലെങ്കിൽ ഏരിയയുടെ ഭാഗമാണ്. അതായത് ഉത്തരവാദിത്ത ബോധം അവനവനെ കുറിച്ച് അവനവന് കുറയുക എന്നാണ് അതിൻ്റെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉത്തരവാദിത്ത ബോധം അവനവനെ കുറിച്ച് അവനവന് തന്നെ ഇല്ലാതാവുക എന്നർത്ഥം. സോ അപ്പം നല്ല ഉത്തരവാദിത്ത ബോധമുണ്ടാവുന്നത് ഫോക്കസിന് സഹായിക്കും. ഉത്തരവാദിത്ത ബോധം കുറയുന്നതിന് എന്ത് ചെയ്യും? ഫോക്കസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പം നിരുത്തരവാദപരമായ സമീപനം നടത്തുന്ന ആളുകൾ നമ്മൾക്ക് സൊസൈറ്റിയിൽ കാണാം, വീട്ടിൽ കാണാം, കമ്മിറ്റികളിൽ കാണാം, സോഷ്യൽ ലീഡർഷിപ്പിൽ കാണാം, പലരെയും നമുക്ക് കാണാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെറിയ കാര്യങ്ങളെ പോലെയും കാണുന്ന ആളാണെങ്കിൽ സാമൂഹികപരമായ ഏതൊരു പ്രശ്നങ്ങളിലും നിരുത്തരവാദപരമായ ഒരു സമീപനം നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ആൾ ശ്രമിച്ചാൽ നിങ്ങൾ അയാളോട് കയർക്കുവാനോ ശക്തമായി എതിർക്കുവാനോ അതല്ലെങ്കിൽ അയാളോട് പ്രതികരിക്കാനോ നിങ്ങൾ അറിയാതെ തയ്യാറാകുന്നത് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ, ഫോക്കസ് ഔട്ടാകുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഫോക്കസ്ഡ് ആണ് ആ ചെറിയ കാര്യത്തിൽ പോലും, അതുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിച്ചു പോകുന്നത്. ഇത് അപ്പം ഫിസിക്കൽ എയിൽമെൻറ്റ് അതുപോലെ തന്നെ മെൻ്റൽ എയിൽമെൻറ്റ്, അതാണ് മെൻ്റൽ എയിൽമെൻറ്റുകളുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായ സമീപനമോ ഔട്ട് ഓഫ് ഫോക്കസുകളോ ശ്രദ്ധ കുറവുകളോ ഒക്കെ ഉണ്ടാകും. ഒരു സീരിയസ്നെസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ഒരു ഹ്യൂമൻ ബീയിങ് എൻ്റർ ചെയ്യുന്നത് വരെ അൺടിൽ ആൻഡ് അൺലെസ് ഹീ കനോട്ട് ബി സക്സസ്ഫുൾ. അത് ഞാനായിരുന്നാലും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ കാര്യത്തിൽ അവനവൻ എന്തുമാത്രം സീരിയസ് ആകുന്നില്ല അതുവരെ ഒരാൾക്ക് ജീവിതത്തിൽ ഫോക്കസ്ഡ് ആവാൻ സാധിക്കുന്നില്ല. ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്റർ രാവിലെ നടക്കുന്ന ഈ പ്രോഗ്രാമുകൾ സൊസൈറ്റിക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഭൂമി ജഗന്നിയന്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന കൈകളോടുകൂടി അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വളരെ ചിന്തയോടു കൂടിയ ഒരു പക്ഷേ ഒരു സോഷ്യൽ സേവനമായി അർപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതിനകത്ത് ഇവിടെ ഫോക്കസ്ഡ് ആവാനും ശ്രദ്ധിക്കാനും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും ഇത് ഗൗരവമുള്ള കാര്യങ്ങളല്ലാതെ പൊട്ടത്തരങ്ങൾ സംസാരിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഓരോ കാര്യങ്ങളെയും വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തരും വന്ന് ഓരോ ആളുകളെയും ഇത് അറിയിക്കുകയും ഓരോ ആളുകളെയും ഇത് ഇൻവൈറ്റ് ചെയ്യുകയും ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത് മനുഷ്യർക്ക് ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം റഹിമ ടീച്ചർ എഴുതിയതുപോലെ ആളുകളിലേക്ക് ഇത് എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന പുതുജീവൻ, നവ ഉണർവ് വളരെ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞതുപോലെ ആളുകളിലേക്ക് നമ്മളുടെ ഓരോ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പുതിയ ജീവനുകളും ഓർമ്മപ്പെടുത്തലുകളും അടയാളപ്പെടുത്തലുകളും ഒക്കെ ആക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ നമ്മളെ മാത്രമല്ല ഒരു സാമൂഹ്യ സേവനം എന്നുള്ളക്ക് സമൂഹത്തെ കൂടി വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുന്നു എന്നാണ് ഇത് കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലുമുള്ള സാമൂഹ്യ പ്രവർത്തകൻ, സോഷ്യൽ വർക്കറിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് കൂടി ഈ സമയം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സോ ഐ വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ and God bless. Thank you so much. I love you all. Thank you, sir. Thank you, sir.
Thank you all. Thank you so much, sir. താങ്ക് യു. താങ്ക് യു. ഇന്നത്തെ നല്ല ഭംഗിയായി തന്നെ സാർ ക്ലാസ് എടുത്തു. ഉത്തരവാദിത്വ ബോധത്തോടെ നല്ല രീതിയിൽ നടത്തിയാൽ ഫോക്കസിന്റെ നല്ല ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയും. ചില തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഫോക്കസ് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി മാറ്റാൻ ചെന്ന് ചേരാൻ പാടില്ല. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ഫോക്കസ് ചെയ്തു വന്നാൽ നമ്മളെ വളരെയധികം ഉയരത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന നല്ല വാക്കുകൾ സന്തോഷത്തോടെ കേട്ടു. ഏതായാലും ദൈവം തമ്പുരാൻ അനുഗ്രഹം തരുമാറാകട്ടെ.